ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി പാസ്ത റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, അത്രയും ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ 500 ഗ്രാം പാസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ആ ഷേപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മക്രോണി വേണമെങ്കിൽ അതിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് കുറച്ചധികം വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് അതുപോലെ തന്നെ ഓയിൽ ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്നിട്ട് അത് ഊറ്റി മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ 350 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഉപ്പും കുരുമുളക് പൊടിയും പുരട്ടി വെക്കുക. പിന്നെ കടായിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ചിക്കന് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട, ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ അതേ ബട്ടറിലേക്ക് തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഉണക്കമുളക് ഒരു 5-6 എണ്ണം അതും മതി. പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൽ ബട്ടർ കുറവായതുകൊണ്ട് തന്നെ ഞാൻ 1 ടീസ്പൂണും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ ഓയിലൊന്നും യൂസാക്കണ്ട, ബട്ടറിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ബട്ടർ യൂസാക്കിയിട്ട് മതി ചെയ്തെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാണ് ബട്ടർ ചിക്കൻ പാസ്തയാണ്, അതുകൊണ്ട് ബട്ടർ തന്നെ യൂസാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 കാഷ്യൂനട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണില്ല, വഴറ്റിയെടുത്തിട്ട് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ കാഷ്യൂനട്ട് കുതിർത്തെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതിങ്ങനെ വേവിക്കുന്നതുകൊണ്ട് കുതിർക്കാതെ ആണ് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വഴറ്റിയിട്ടാണ് പിന്നെ ഇത് പേസ്റ്റ് ആക്കുന്നെങ്കിൽ അപ്പോൾ കുതിർത്തെടുക്കണം കേട്ടോ, മറക്കണ്ട. പിന്നെ അത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 1 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ കസൂരി മെത്തി, കുറച്ച് ഉലുവയുടെ ഇല ഉണക്കിയത്, അതാണ് കസൂരി മെത്തി, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൗഡർ, അതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം ഓരോരുത്തരെ എരിവിനനുസരിച്ച് മാറ്റി കൊടുക്കുക കേട്ടോ, കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറി വന്നാൽ അത് മാറ്റി വെക്കുക. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അത് തണിയട്ടെ. അപ്പോഴേക്കും ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക്ക്, ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല ചേർത്ത് കൊടുക്കണമെന്ന്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബട്ടറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. അതിൻ്റെ മൈദയുടെ റോസ്മെല്ലെല്ലാം മാറുന്ന വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ തിക്കായി വരും, അതാണ് വൈറ്റ് സോസ്. പിന്നെ നമ്മൾ വൈറ്റ് സോസിലേക്ക് ഉള്ളി തക്കാളി വഴറ്റി പേസ്റ്റ് ആക്കിയില്ലേ,
അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ചിക്കൻ ക്യൂബും ചേർത്ത് കൊടുക്കുക. അതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കണം. മസാല എല്ലാം ചിക്കനിൽ പിടിക്കുന്നവരെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം കേട്ടോ. അത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഞാൻ പെട്ടെന്ന് പാസ്ത ചേർത്ത് പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് പാസ്ത ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ സമയത്താണ് ചിക്കൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ ആ സോസിലിട്ടിട്ട് വേണം ചിക്കൻ വേവിക്കാൻ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ മല്ലിച്ചപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാതും മിക്സാക്കി എടുക്കുക, നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ തിക്കായിട്ട് വേണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളമോ അതല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് എടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. ഇതേ ഷേപ്പിലുള്ള പാസ്ത തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് മക്കറോണിയിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നൂഡിൽസും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. Thank you for watching. We'll be back another video. Bye.